നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ പൂർണ്ണ ചിത്രം നോക്കാം. സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ രാജ്കോട്ടിൽ തീപിടുത്തത്തിൽ 24 മരണം. അപകടമുണ്ടായത് ഗെയിമിംഗ് സെന്ററിൽ. മരിച്ചവരിൽ കുട്ടികളും. നിരവധി പേർക്ക് പൊള്ളലേറ്റു. അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. അട്ടപ്പാടിയിൽ ആംബുലൻസ് കിട്ടാതെ ചികിത്സ വൈകിയ യുവാവ് മരിച്ചു. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലെ 2 ആംബുലൻസുകളും കട്ടപ്പുറത്ത്. ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിയത് 3 മണിക്കൂർ കഴിഞ്ഞ്. ബാർക്കോഴ ആരോപണം വിവാദമായതോടെ മലക്കം മറിഞ്ഞ് സംഘടനാ നേതാവ്. പണം ചോദിച്ചത് സംഘടനയ്ക്ക് ഭൂമി വാങ്ങാനെന്ന അനിമോൻ. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. എക്സൈസ് ടൂറിസം മന്ത്രിമാർ സംശയനേലില്ലെന്ന വി.ഡി. സതീശൻ. ആരോപണം ഗൂഢാലോചനയെന്ന നിലപാടിൽ സർക്കാർ. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങി. പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവ്. അലയൻസ് ഇൻഡസ്ട്രീസിനെതിരെ നടപടിയെടുത്തത് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ കണ്ടെത്തൽ. മഴയും മഴക്കെടുതിയും തുടരുന്നു. സംസ്ഥാനത്ത് 3 മരണം. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം കുറുപ്പുംതറയിൽ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച കാർ തോട്ടിൽ വീണു. തിരുവനന്തപുരത്ത് മേൽക്കൂരയിടിഞ്ഞ് വീണ് വീട്ടമ്മയ്ക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ തിരുവനന്തപുരത്ത് ബി.ജെ.പി. മാർച്ച്. സാമ്പത്തിക പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസം. കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രാനുമതി. 1 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. 900 കോടി ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. കൊച്ചി അവയവക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സജിത്ത്. സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാട്. പരിശോധന ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും. അരവിന്ദ് കെജ്രിവാളിനെ ചാൾസ് ശോഭരാജിനോട് ഉപമിച്ച പ്രധാനമന്ത്രി. കെജ്രിവാളിന്റെ അഭിമുഖമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നെന്ന് വിമർശനം. ശക്തമായ പ്രതിപക്ഷത്തെ അഭാവം വലിയ നഷ്ടമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം പൂർത്തിയായി. തുടക്കം തന്നെ ഏറെ ദാരുണമായൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ചു. ഒമ്മല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരനാണ് മരിച്ചത്. വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനേഷ്, ഏറെ ദാരുണമായ സംഭവം. പാലക്കാട് അട്ടപ്പാടിയിലാണ് സംഭവം നടക്കുന്നത്. ആംബുലൻസ് ലഭിക്കാത്തതിനാലാണ് ചികിത്സ വൈകിയതെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അട്ടപ്പാടിയിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം. ഈ ആശുപത്രിയിൽ ഇവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ലേ? എന്താണ് യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ചത്? ഇന്ന് രാവിലെയാണ് സംഭവം. ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഒമ്മല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. എന്തായാലും ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഫൈസൽ തന്നെയായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഈ ഓട്ടോറിക്ഷയ്ക്ക് മേലെയായിരുന്നു മരം ഗൂളിക്കടവിൽ വെച്ച് മുറിഞ്ഞു വീണത്. അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയിൽ സാധാരണ നിലയിൽ 2 വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ആണുള്ളത്. ഈ 2ഉം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കട്ടപ്പുറത്താണ്. ഇത് അറ്റകുറ്റപ്പണികൾ നടത്തി ഇതുവരെയും ഇറക്കാനായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗുരുതരമായി പരിക്കേറ്റ ഫൈസലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ്. ഒറ്റപ്പാലത്ത് നിന്ന് 3 മണിക്കൂറിലധികം സമയം
കൊണ്ടാണ് ആംബുലൻസ് ഇവിടെ എത്തിയത്. അതിനുശേഷം ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മരിച്ചത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ രോഗിയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടത്തറയിലെ ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി താലൂക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് മാറ്റുന്നതിനിടയിലാണ് മരിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഈ ആംബുലൻസ് ഇല്ലാത്തത് തന്നെയാണ് ഇയാൾ ഇങ്ങനെ മരിക്കാനുള്ള പ്രധാന കാരണമായി പറഞ്ഞത്. മുമ്പും ഇതുപോലെ തന്നെ പലപ്പോഴായി നമുക്കറിയാം ഈ പോഷകാഹാരക്കുറവ് മൂലം അല്ലെങ്കിൽ ഇത്തരത്തിൽ നവജാത ശിശുക്കൾ മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലം കൂടിയാണ് കഴിഞ്ഞ കുറെ കാലമായി. ഇതൊന്നും തന്നെ വിദഗ്ധ ചികിത്സ കിട്ടാതെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ കുട്ടികളെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് മതിയായ വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വിനീഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ വിനീഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ 2 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ഈ 2 ആംബുലൻസുകളും പ്രവർത്തനരഹിതമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 2 ആംബുലൻസുകളുണ്ട്. 2 ആംബുലൻസുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കട്ടപ്പുറത്താണ്. ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ചപ്പോൾ. അതായത് ഇത് പ്രവർത്തന സജ്ജമല്ല. അതുകൊണ്ട് തന്നെ ഇത് ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പിലാണുള്ളത്. എന്നാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇത് കൃത്യമായി തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നമുക്കറിയാം ഇതൊക്കെ ഒരു അടിയന്തര സാഹചര്യത്തിൽ എത്തിക്കേണ്ടതാണ്. ഇതിന് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റ് അറ്റകുറ്റപ്പണികളോ നടത്തണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കുക, അല്ലെങ്കിൽ അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി പോലുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ പിന്നോക്ക ജനവിഭാഗം, ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവരുടെ പ്രധാന ആശ്രയമാണിത്. കാരണം ഈ കോട്ടത്തറ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്ര വലിയൊരു വിദഗ്ധ ചികിത്സയ്ക്കൊന്നും കഴിയില്ല. നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ പോലും അങ്ങനെ വലിയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനം നിലവിലെ തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അട്ടപ്പാടി പോലുള്ള ഉൾപ്രദേശത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ 2 ആംബുലൻസുകൾ ഉണ്ടായിട്ട് 2ഉം കട്ടപ്പുറത്താണ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് പ്രവർത്തനരഹിതമായി തുടരുന്നത്? അധികൃതരുടെ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? തീർച്ചയായും. കാരണം അട്ടപ്പാടിയുടെ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം സർക്കാരിന്റെ വലിയ വീഴ്ചകൾ കൊണ്ടാണ് അവിടെ വലിയ ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അട്ടപ്പാടി പോലൊരു സ്ഥലത്ത് നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ പാലക്കാട്, ഒരുപക്ഷെ കോയമ്പത്തൂരിൽ എത്തിപ്പെടുകയാണെങ്കിൽ ആനകട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കും. എങ്കിലും ഇത്തരത്തിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ ആവശ്യമുണ്ട്. പക്ഷേ അതിവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം അട്ടപ്പാടി ചുരമിറങ്ങി ഇപ്പോൾ പാലക്കാട് എത്തണമെങ്കിൽ 2 മണിക്കൂറിലധികം സമയം വേണം. പക്ഷേ ഒരുപക്ഷെ 1 മണിക്കൂറിനകം തന്നെ കോയമ്പത്തൂരിൽ എത്താൻ കഴിയും. പക്ഷേ എത്താൻ കഴിയുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫൈസലിന്റെ അതിദാരുണമായ മരണത്തിന് കാരണമായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു. കാരണം 3 മണിക്കൂർ നേരം പ്രാഥമിക ചികിത്സ മാത്രം നൽകി ഇയാളെ കോട്ടത്തറ ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് തീർച്ചയായും അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഒരു യുവാവിന്റെ ജീവനെടുത്തത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ചു. അമ്പല സ്വദേശിയായ ഫൈസലാണ് മരിച്ചത്. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു അതിദാരുണമായ വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റു. TRP ഗെയിം സോണിലാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ കുട്ടികളുമുണ്ടെന്നാണ് സൂചന. അവധിക്കാലമായതിനാൽ ഗെയിം സെന്ററിൽ ഒട്ടേറെ കുട്ടികൾ എത്തിയിരുന്നു. Fire broke out in the TRP gaming zone in the afternoon. The rescue operations are on. The fire is under control. We are trying to retrieve as many bodies as possible. As of now, around 20 bodies have been recovered and they have been sent to the hospital for further investigations. The gaming zone is owned by a person called Yuvraj Singh Solanki. We will be registering an offence for negligence and the deaths which have occurred. The further investigation will take once we complete the rescue operations here.
സജീവ് സി വാര്യർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. സജീവ്, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 20ഓളം പേർ മരിച്ചു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം? മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വൈകിട്ടാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. തീപിടുത്തത്തിൽ 20 ബോഡികളാണ്, ഡെഡ് ബോഡിയാണ് കണ്ടെടുത്തിരിക്കുന്നത്. 12 പേർ കുട്ടികളാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ പോലും ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കാമെന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. തിരച്ചിലുകൾ നോക്കുകയാണ്. പലരുടെയും ശരീരം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ DNA പരിശോധന വേണ്ടി വന്നേക്കും ആളുകളെ തിരിച്ചറിയാൻ എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലഭിക്കുന്ന വിവരം. 60-ലധികം പേർ ഗെയിമിംഗ് സോണിൽ ഉണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഗെയിമിംഗ് സോണായിരുന്നു ഇത്. അവിടെ മരം കൊണ്ടാണ് പൂർണ്ണമായും ഈ കെട്ടിടം പണിതത്. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടരാൻ കാരണമായത് അതാണ് എന്നാണ് വ്യക്തമാകുന്നത്. വലിയ കാറ്റ് വീശുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കെട്ടിടം പൂർണ്ണമായി നിലംപൊത്തിയിരുന്നു. അതിനാൽ രക്ഷാപ്രവർത്തനവും തടസ്സം നേരിട്ടു. ദൗത്യസംഘം ഇപ്പോഴും ആളുകളെ അതിനകത്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം കൃത്യമായ യഥാർത്ഥമായ മരണസംഖ്യ അറിയണമെങ്കിൽ ഇനിയും രക്ഷാപ്രവർത്തനം പൂർത്തിയാകണം എന്നുള്ളതാണ് അവസ്ഥ. രാജ്കോട്ട് മുനിസിപ്പൽ കമ്മീഷണർ, അതുപോലെ ഗുജറാത്ത് കമ്മീഷണർ എല്ലാവരും സ്ഥലത്തുണ്ട്. ഭരണകൂടത്തിന് വേണ്ടത്ര നഗരസഭയ്ക്ക് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പറഞ്ഞത്. അതിൽ ഈ സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് വൈകിട്ട് ഉണ്ടായത്. ഭവ്യ, തീർച്ചയായും ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 20 മരണം, ഒട്ടേറെ പേർക്ക് പൊള്ളൽ. TRP ഗെയിം സോണിലാണ് അപകടമുണ്ടായത്. സജീവ് സി വാര്യരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ബാർകോഴ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ച് സർക്കാർ. SP മധുസൂദനന്റെ മേൽനോട്ടത്തിൽ DYSP ബിന്നു അന്വേഷിക്കും. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിക്കാനാണ് സർക്കാർ നീക്കം. ആരോപണം ഇപ്പോൾ ഉയർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപവും സർക്കാർ ഉയർത്തുന്നുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈഡേ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുമെന്നാണ് സൂചന. ബാർകോഴ ആരോപണം ചർച്ചയാകുന്നതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ നീക്കം. ഇന്നലെ ആരോപണമുണ്ടായതിന് തൊട്ടു പിന്നാലെ എക്സൈസ് മന്ത്രി തന്നെ രംഗത്തെത്തി വിശദീകരണം നൽകി. മന്ത്രിയുടെ രാജി ആവശ്യമടക്കം തള്ളിയെങ്കിലും വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മുന്നിൽ കണ്ട് തുടർ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ. മന്ത്രി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. SP മധുസൂദന്റെ നേതൃത്വത്തിൽ DYSP ബിനു ആരോപണം അന്വേഷിക്കും. ശബ്ദലേഖനം ഇപ്പോൾ പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചന സർക്കാർ സംശയിക്കുന്നു. ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരും. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം വിവാദത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു. മദ്യനയത്തിലെ മാറ്റങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് CPM വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇളവുകൾ നൽകാനുള്ള ചർച്ചകൾ മുന്നണി തലത്തിലും സർക്കാർ തലത്തിലും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ചില ഇളവുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയേക്കും. ഡ്രൈഡേ പിൻവലിക്കാനുള്ള ആലോചനയിൽ ഇടതുമുന്നണിയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നെന്നാണ് സൂചന. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി CPMന് പരിഗണിക്കേണ്ടി വരും. ഇതിനിടെ സർക്കാരിന് ലഭിച്ച ഓമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യനയത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിൽ വിലപേശൽ നടന്നിരുന്നുവെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 തിരുവനന്തപുരം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് UDF. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ടൂറിസം മന്ത്രിയെ രക്ഷിക്കാനാണ് എക്സൈസ് മന്ത്രി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ മുതലാളിമാരുടെ അസോസിയേഷനിൽ ഇത്തരത്തിൽ ചർച്ച നടക്കില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും MMSN ആവശ്യപ്പെട്ടു. ബാർകോഴ വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരായുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് അടിയന്തരമായ UDF ഏകോപന സമിതി യോഗം ചേർന്നത്. ആ ഏകോപന സമിതിയിലെ പ്രധാനപ്പെട്ട തീരുമാനം
ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം, ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യം UDF മുമ്പോട്ട് വെക്കുക എന്നത് തന്നെയാണ്. സ്വാഭാവികമായി എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന ആവശ്യമായിരിക്കും UDF മുമ്പോട്ട് വെക്കുക. അതിന് സംസ്ഥാന സർക്കാർ വഴങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റ് സമര പരിപാടികളിലേക്ക്, തുടർ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുക എന്നതാണ് ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിലെ തീരുമാനം. ആരുടെയെങ്കിലും ഉറപ്പ് കിട്ടാതെ ഏതെങ്കിലും അസോസിയേഷന് പണം ചോദിച്ചാൽ അവരുടെ അംഗങ്ങൾ പണം കൊടുക്കുമോ? മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു അല്ല, അതൊക്കെ ഇപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. എല്ലാം കൂടി ഇപ്പൊ പറയാൻ പറ്റൂ. ഗവൺമെന്റ് ആ ആവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയട്ടെ. അല്ല, മന്ത്രിമാരെല്ലാം ഇപ്പൊ പലരും വിദേശത്താണ്. സ്വദേശത്തേക്ക് വരുമ്പോ രാജിവെക്കണമെന്നായി പറഞ്ഞത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നിയമസഭ വരുമ്പോ മുഖാമുഖം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് ചോദിക്കാമല്ലോ. ഇതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി LDF സർക്കാരിന്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിലേക്ക് വഴി തുറന്നത് അന്നുണ്ടായ ബാർക്കോഴ വിവാദമായിരുന്നു. അതേ ആയുധം തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിനും LDF സർക്കാരിനെതിരെ തിരിച്ച് പ്രഹരിക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനെ പ്രചാരണ വിഷയമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് UDF ക്യാമ്പുകളിൽ പുരോഗമിക്കുന്നത്. ബാർക്കോഴയിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് മാത്രമല്ല, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും സംശയനിലയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. FB പോസ്റ്റിലാണ് VD സതീശന്റെ ആരോപണം. 2016 പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ എടുത്തു പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവിന്റെ കുറിപ്പ്. ബാർക്കോഴ ആരോപണത്തിൽ നിന്ന് പിന്മാറി അനിമോൻ. സന്ദേശം തെറ്റിദ്ധാരണയുണ്ടാക്കി. ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെല്ലാം. പണം ചോദിച്ചത് സംഘടനയ്ക്ക് ഭൂമി വാങ്ങാനാണെന്നുമാണ് അനിമോന്റെ വിശദീകരണം. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ആരോപണത്തിൽ നിന്ന് പിന്മാറുകയാണ് അനിമോൻ. ആ രീതിയിലാണ് ഈ ഒരു വാട്സാപ്പ് സന്ദേശം ഈ ബാർ ഉടമകളുടെ അംഗങ്ങൾക്ക്, ബാർ ഉടമ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അദ്ദേഹം നൽകിയത്. ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും ചർച്ചയുമാണ് കമ്മിറ്റിയിൽ നടന്നത്. അതിനുവേണ്ടിയാണ് പണം വാങ്ങാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നറിയാം. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ്. പക്ഷേ അതിന് ഉദ്ദേശിച്ച അർത്ഥങ്ങളല്ല വന്നത്. എല്ലാവരും സമയത്ത് പൈസ കൊടുക്കാത്തത് കൊണ്ട് ആധാരം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുരൽ സംഘടനയുടെ ഒരു കാര്യത്തിന് ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞു. അതൊരു മര്യാദഘട്ട വർത്തമാനമായി പോയി. ആ സംഭവമാണ് പറഞ്ഞത്. അതിന്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞതൊന്നും ഉദ്ദേശിച്ചതുപോലെ ആയില്ല. ഇതുമൂലം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായാൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ അയച്ച മെസ്സേജ് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ബാർ ഹോട്ടൽ നടത്തിപ്പുകാരായ സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. സർക്കാരിനും ഭരണമുന്നണിക്കുമെതിരെ ആരോപണം ഉണ്ടാക്കാൻ ഇടയാക്കി. ഇത് എന്ന് പിന്നീടുള്ള സംഭവം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണ് അനിമോൻ ചെയ്യുന്നത്. തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന ആരോപണത്തിൽ നിന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ച അനിമോൻ പിന്മാറിയത്. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൂറ്റനാട് ടൗണിൽ നിന്ന് പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ MLA ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചത് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അറസ്റ്റ് ചെയ്ത് നീക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാൻ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്ന് സിറോ മലബാർ സഭ. ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണെന്നും ടൂറിസം വികസനത്തിന്റെ മറ പിടിച്ച മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമെന്നും ബിഷപ്പ് ജോസഫ് കരിയിൽ വിമർശിച്ചു. എന്നാൽ ബാർക്കോഴ വിവാദത്തിൽ രാഷ്ട്രീയ അഭിപ്രായത്തിനില്ലെന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കി. കേരളത്തിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്നാണ് സിറോ മലബാർ സഭയുടെ നിലപാട്. ഈ നിലപാട് തന്നെയാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എന്ന വാദത്തിൽ ബിഷപ്പ് ജോസഫ് കരിയിലും ഉയർത്തിപ്പിടിക്കുന്നത്.
ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല, പഠിക്കുന്ന കുട്ടികളുമില്ല. ബാറിലാണ് മുഴുവൻ നേരവും, അക്രമവും അടിപിടിയുമാണ്. എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണെന്ന് സീറോ മലബാർ സഭ വിമർശിച്ചിരുന്നു. ടൂറിസം വികസനത്തിന്റെ മറപിടിച്ച് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നും എക്കാലവും സർക്കാരുകളും അബ്കാരികളും തമ്മിൽ ഒരു ബാന്ധവം പുലർത്താറുണ്ട്. മുൻകാലങ്ങളിൽ ഈ മദ്യനയ രൂപീകരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന് മുന്നേ തന്നെ കാലേക്കുട്ടി പൊതുജനാഭിപ്രായം തേടാൻ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് സർക്കാരും അബ്കാരികളും തമ്മിലാണ് നയരൂപീകരണം ചർച്ചകൾ നടക്കുന്നത്. മദ്യനയമാറ്റത്തിലൂടെ ഇടതുപക്ഷം ജനങ്ങളെ കൗളിപ്പിച്ചിരിക്കുകയാണ്. അധികാരത്തിലെത്തിയാൽ ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്നത് പാഴ്വാക്കായി. സർക്കാർ മദ്യനയം തിരുത്തണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് പുറമെ സീറോ മലബാർ സഭ കൂടി വിമർശനവുമായി രംഗത്തെത്തിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രാഥമികമായ യാതൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. 8 വർഷമായി അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ് ചില UDF നേതാക്കൾക്ക്. അവർക്ക് ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ അലയൻസ് ഇൻഡസ്ട്രീസിനെതിരെ നടപടി. കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും മലിനീകരണം നടത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജലസേചന വകുപ്പിനെ കുറ്റപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് രംഗത്ത് വന്നിരുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം. അതേസമയം പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസ് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം നടത്തിയ 7-അംഗ സമിതിയുടേതാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കാസർഗോഡ് മിന്നലേറ്റ് ബെള്ളൂർ സ്വദേശി മരിച്ചു. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളിയും തൃശൂർ വെള്ളറക്കോട് തോട്ടിൽ വീണ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 14 വയസ്സുകാരനും മുങ്ങി മരിച്ചു. സംസ്ഥാനത്തെ തീരമേഖലകളിൽ കടലാക്രമണവും ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. 5 മണിവരെ 57.7% പോളിംഗ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. നിലവിൽ ബംഗാളിൽ 77.99% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കുറവ് പോളിംഗ് ജമ്മു കശ്മീരിലാണ്. ഇവിടെ 51.35% രേഖപ്പെടുത്തിയത്. അതേസമയം നിരവധി മണ്ഡലങ്ങളിൽ പ്രതിഷേധവും പരാതിയും ഉയരുന്നുണ്ട്. EVM മെഷീനെതിരെയും പ്രതിപക്ഷ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന പരാതിയുമാണ് ഉയർന്നുവന്നത്. PDP പോളിംഗ് ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച മെഹബൂബ മുഫ്തി ആനന്ദ്നാഗിലെ ബിജ് ബഹിറ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഡൽഹിയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തുവന്നു. ഡൽഹി വിധിയെഴുതുന്നതിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചാൾസ് ശോഭരാജിനോടാണ് പേര് പരാമർശിക്കാതെ മോദി കെജ്രിവാളിനെ ഉപമിച്ചത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് കെജ്രിവാളിനെതിരെയുള്ളത്. അത്തരമൊരാളുടെ അഭിമുഖമെടുത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. दिल्ली के मुख्यमंत्री अरविंद केजरीवाल वो ये कह रहे हैं कि मतलब वो इकोसिस्टम या वो खुद इसको अपनी जीत बता रहे हैं. जैसे घोटाला हुआ नहीं, वो कह रहे हैं कि मुझे चुनाव जिताओगे तो मैं जेल नहीं जाऊंगा. वो कह रहे हैं कि ये बेल है, मेरी जीत है. इसको आप किस तरह से देखते हैं सर? ऐसा है कि मैं व्यक्तिगत उनका जो मामला चल रहा है उस पर कोई भी टिप्पणी करूं उचित नहीं है. मैं तो अदालत ने क्या कहा उसके पर अगर ध्यान केंद्रित करूं तो शराब घोटाले में हाईकोर्ट की टिप्पणी क्या है, मैं उसको तो मानूंगा. एजेंसी ने क्या किया है छोड़ो, किसी बीजेपी स्पोक्स पर्सन ने क्या कहा है वो छोड़ो, वो स्वयं क्या कहते हैं वो छोड़ो. हाई कोर्ट ने शराब घोटाले के बारे में जो कहा है और बहुत ही कड़ी टिप्पणी की है. अब चिंता का विषय ये है देश में कि सार्वजनिक जीवन में कोई जिम्मेवारी नहीं रहेगी.
കഴിഞ്ഞ 10 വർഷമായി ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം അനുഭവപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് തനിക്ക് വേദനയുണ്ടാക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അത് ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവമാണെന്നും CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ये बात देश में बहुत है कि ऑपोजिशन स्ट्रांग नहीं है मोदी जी के खिलाफ. ऑपोजिशन स्ट्रांग नहीं हो पाया. इसका एक बड़ा कारण ये भी कि ऑपोजिशन के जो नेता हैं जो कैंपेन लीड कर रहे हैं, एक तरह से राहुल गांधी हैं, 2 दशक से ज़्यादा राजनीति में हैं, पर एक कुछ लोगों का कहना है कि वो मैच्योर उतना नहीं हो पाए. और कुछ लोग ये भी कहते हैं कि शायद राहुल गांधी सबसे बड़ा एक एसेट है बीजेपी का, क्योंकि वो ऐसी अब बयान देते हैं कि आपको उससे और एमुनिशन मिलता है कांग्रेस को एक्सपोज करने के लिए. आपको लगता है राहुल गांधी की जो ये कमी है उसका देखिए, मैंने अभी तक आपके एक भी प्रश्न का जवाब किसी व्यक्ति के संदर्भ में नहीं दिया है. तो मैं किसी के नाम का अपने उल्लेख किया, इससे मुझे कोई लेना देना नहीं. मैं जनरल वे में आपको जवाब दूंगा. लोकतंत्र के लिए बहुत आवश्यक है कि एक बहुत ही मजबूत. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 4ാം തവണയാണ് പ്രധാനമന്ത്രി ന്യൂസ് 18 നെറ്റ്വർക്കിന് അഭിമുഖം നൽകിയത്. പ്രധാനമന്ത്രി ഇത്രയും അഭിമുഖങ്ങൾ നൽകിയ രാജ്യത്തെ ഏക വാർത്താ ശൃംഖലയാണ് ന്യൂസ് 18 നെറ്റ്വർക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുൻപ് നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവൻ 52,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96 കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.